and welcome back to Femish Stories. So this is day 2 അല്ലേ? Day 2. ഇന്നും നാളെ ഞങ്ങൾ വിയന്നയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ബാനോഫിൽ കയറി, കാരണം ഞങ്ങൾക്ക് ഡേ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഡേ ടിക്കറ്റ് എടുത്തിട്ട് വിയന്ന എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. ഞങ്ങളങ്ങനെ ടിക്കറ്റ് വരണില്ലല്ലോ. ടിക്കറ്റ് എടുത്തു. ഒരു ടിക്കറ്റും കൂടെ വരാനുണ്ട്. ഓക്കെ, പിടിച്ചോ? ഇല്ല, പക്ഷെ ഞാൻ ഇതടിച്ചായിരുന്നു, പക്ഷെ ഇല്ലാന്ന് തോന്നുന്നു. പക്ഷെ അവിടുത്തെ പോലെ തന്നെ നല്ല തണുപ്പുണ്ട് ബാനോഫിൽ. ഞങ്ങളുടെ ട്രെയിൻ വരുന്നുണ്ട്. ഗൈസ്, മഴയാണ് ഇവിടെ, പൊടിമഴ. പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. സോ ദാറ്റ്സ് ബെൽവെർഡെ എന്ന് പറയണമെന്ന് തോന്നുന്നു, അറിയത്തില്ല. പക്ഷെ ആ ഒരു കാസിലല്ലല്ലോ ഇത്, പാലസിൻ്റെ ഗാർഡൻ. പാലസിൻ്റെ ഗാർഡനുമാണ്. അതുകൊണ്ട് I'll show you my view. അപ്പോൾ അതായിരുന്നു, വരുന്നില്ല കൈസ്. അപ്പോൾ അതായിരുന്നു ഷ്ലോസ്. അപ്പോൾ ഞങ്ങൾ അവിടെ കണ്ടു, ഞങ്ങൾ ഫോട്ടോ എടുത്തു. ഞങ്ങൾ അകത്ത് കയറിയില്ല, കാരണം നല്ല ക്യൂ ഞങ്ങൾ കണ്ടു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ പോന്നു. കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അടുത്ത പ്ലേസിലോട്ട് പോവാം. നല്ല തണുപ്പുണ്ട്, കൈയൊക്കെ മരയ്ക്കുന്നുണ്ട്. ഞങ്ങളതുകൊണ്ട് ഹാൻഡ് വാർമറൊക്കെ എടുത്ത് ഇതാക്കി വെച്ചേക്കുക. പറമ്പി മൊത്തം മൂടിക്കെട്ടി നിൽക്കുക, അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഞങ്ങൾ അടുത്ത കേട്ടെ. ഇതിനകത്താണ് ഇവിടുത്തെ സുപ്രീം കോർട്ട്. ഞങ്ങളിപ്പോൾ ജസ്റ്റിസ് പലാസ് അങ്ങനെ എന്തോ ആണ് പേര്. ഞങ്ങൾ ശരിക്കും പേര് നോക്കിയില്ല കറക്റ്റായിട്ട്. ആ ഒരു ഇത് നോക്കി അങ്ങ് വന്നതേ ഉള്ളൂ. ഇപ്പം ഞങ്ങളെല്ലാം ലൈൻ നിൽക്കുക. ഇതിനകത്ത് കയറാൻ ഫ്രീ ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ബട്ട് നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കാം. ഞാൻ പറഞ്ഞ പേര് കറക്റ്റാണ്, ജസ്റ്റിസ് പലാസ്. അങ്ങനെയാണ് എൻ്റെ പേര് വരുന്നത്. സോ ഞങ്ങൾ വെയിറ്റ് ചെയ്യുക ലൈനിൽ. നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ ജസ്റ്റിസ് പലാസിൽ ജസ്റ്റ് അകത്ത് കയറിയതേ ഉള്ളൂ. കാരണം അങ്ങകത്ത് പോകാൻ പറ്റില്ല, കാരണം പെർ അവർ 25 പീപ്പിളിനെ മാത്രമേ അവരകത്തോട്ട് വിടത്തുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ വലിയൊരു ക്യൂ നിങ്ങൾ കണ്ടില്ലായിരുന്നോ? അപ്പോൾ അത്രയും. പിന്നെ ലാസ്റ്റ്
ഇത് എന്താ പറയല ഇതില് ലാസ്റ്റ് കയറ്റി വിടുന്നത് 2:30. അപ്പം ടൈം വെച്ച് നോക്കുമ്പോഴും ഞങ്ങൾ എന്തായാലും ഷാകം ചെയ്യത്തില്ല അത്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ നെക്സ്റ്റ് സ്റ്റോപ്പിലേക്ക് നെക്സ്റ്റ് പ്ലേസിലേക്ക് പോവാം. കാണാം. താഴോട്ട് അറിയില്ല, നോക്കണം. ഞങ്ങളിപ്പം ഊബാനിൽ പോവാണ്. ഇതാണ് ഇവിടുത്തെ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷൻ. ഞങ്ങള് ഊബാനിൽ കയറി. ഞങ്ങളിപ്പോൾ ഒരു നല്ല ക്യൂട്ട് കഫേയിലോട്ടാണ് പോകുന്നത്. ഫുഡ് മേടിക്കാൻ സമ്മതിക്കുള്ള കാരണം അത് എനിക്ക് ഫോട്ടോ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അല്ല, ഫോട്ടോയിൽ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങോട്ട് നോക്കൂ, എടി നോക്കടി, അത് നോക്ക്, അത് നോക്ക്. നല്ല ഭംഗിയുണ്ട് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇതുണ്ടോ? റൈറ്റിലോട്ട് തിരിയുമ്പോ പറഞ്ഞൂടെ നിനക്ക്? ഞാനത് ഇങ്ങനെ എടുക്കാൻ വേണ്ടി പോയതാ. നല്ല ഭംഗിയില്ല കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ KFCയിൽ കയറിയേക്കും. ഓർഡർ ചെയ്യണ്ടേ? എന്നാലും മേളിൽ സ്ഥലം ഉണ്ടോ നോക്കാം. ഞങ്ങൾ ഇന്ന് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. ഞങ്ങളുടെ ടോയ്ലറ്റിൽ പോകണം, കഴിക്കണം. നല്ല തണുപ്പല്ലേ വെളിയിൽ. അപ്പം ഇരുന്നപ്പോഴത്തേക്കൊരു ആശ്വാസം. ഇവിടെ ഇതിനകത്ത് കയറി ചൂടത്തിരുന്നപ്പോഴത്തേക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാവേ. ഇവിടെ വീണ്ടും നല്ല മഴയുണ്ട്, പൊടിമഴ. അവളുമാരവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. കണ്ടോ, അവിടെ ഫോട്ടോ എടുക്കുക. കാരണം ഞങ്ങളിപ്പം തിരിച്ച് അവിടുന്ന് ഒരു ട്രാം കയറി തിരിച്ച് ഇവിടെ വീണ്ടും ഹോപ്ട്മാനോഫിൽ ഞങ്ങൾ വന്നു. അപ്പം ഇതുണ്ടോ, ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വശം. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ലൊരു വലിയ ക്രിസ്മസ് ട്രീ ഒക്കെ ആയിട്ട്. ഇവിടെ ഞങ്ങൾക്ക് 5 മിനിറ്റ് നടക്കാനുള്ളൂ ഞങ്ങളുടെ ഹോട്ടലിലേക്ക്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ. ഇത് ഇവിടെ DM ഉണ്ട് തൊട്ടടുത്ത് തന്നെ. DM ഉണ്ട്. നല്ലൊരു ക്രിസ്മസ് ട്രീ എല്ലാമായിട്ട്. നല്ല തണുപ്പുണ്ട്. ഞങ്ങളിനി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകിട്ട് ഇറങ്ങും. ഞങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് തിന്നാൻ തോന്നുമല്ലോ പോകുന്നത്. എനിക്ക് തിന്നാൻ തോന്നല്ല, എനിക്ക് ഫോട്ടോ എടുക്കണം. എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു. എനിക്ക് കുനാഫ തിന്നാൻ തോന്നുന്നുണ്ട്. അതുണ്ട്, കുനാഫ പോലത്തെ സാധനം. അയ്യോ, ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ഇടിയപ്പം എന്ന് പറയും. കാണിച്ചു തരാവേ. ഹാപ്പി ന്യൂ ഇയർ.
ഇത് മറ്റേ ജാം ഞങ്ങളിപ്പോ പോകുന്നത് വിയന്നയിലെ ഏറ്റവും വലിയ ബോ കാണാം. ഞാൻ താത്തുമ്മയിട്ടിരിക്കുന്ന ഇവിടെ അതുപോലെ നല്ല തണുപ്പാണ്. തണുപ്പായോണ്ടോ ഗൈസ്? തണുപ്പാണ്. ചെവിയും തൊണ്ടയൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളുടെ സേവനം ഇനി ആവശ്യമുണ്ട് ജർമ്മനിക്ക്. അതുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് മാനറിന്റെ കട. ഇതാണോ ഞാൻ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമ്മൾ കേറുന്നുണ്ട് ബാ. നമ്മൾ കേറുന്നുണ്ട് ബാ. നേറി ലിൻഡിന്റെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതെ, ഞങ്ങൾ ഈ ബോ തപ്പിയാണ് ഇവിടം വരെ വന്നത്. അതെ, ഞങ്ങളുടെ എല്ലാവരും ഞങ്ങൾ 3 പേരുടെയും തലയിൽ ബോ ഉണ്ട് ഗൈസ്. ബോ ഇത് സ്വർഗോ കണ്ടോ? അയ്യോ ചെളി 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 ചെളി. ഗൈസ്, ഇവിടെ ഫുൾ മഴ പെയ്ത് ചെറുതായിട്ടൊന്ന് ചെളിയായിരിക്കുകയാണ്. സോ ഞങ്ങൾ ഇപ്പോഴും പോകാം. മഴ പൊടിയുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ ഹെയർസ് എല്ലാം പോകും എന്ന് വിചാരിച്ചു. പക്ഷെ ഭാഗ്യത്തിന് ഇതുവരെ പോയില്ല. എനിക്ക് ആ ഫോട്ടോ എടുത്തു കഴിഞ്ഞത് പോയാലും കുഴപ്പമില്ല. ഇത് മറ്റേ കഫേ. ഇത് മറ്റേ കഫേ. ഭയങ്കര എന്തോ അടിപൊളി എസ്തെറ്റിക്സ് കഫേ. എസ്തെറ്റിക്സ് ആണ് മൊത്തം. ഞങ്ങളെ കാണാൻ നല്ല രസമുണ്ട്. ഞാൻ ബോ കാണിച്ചു തരാം ഗൈസ്. വിയന്നയുടെ ഏറ്റവും ബിസി ആയിട്ടുള്ള സ്ട്രീറ്റ് ബിക്കോസ് ഓഫ് ദിസ് ബോ. പോണ്ടേ അപ്പൊ നമുക്ക് പോണം. പക്ഷെ ഇടിച്ചു നമുക്ക് പോയാലല്ലേ. ഗൈസ്, ഞങ്ങളിപ്പോൾ കുറേ ഫോട്ടോയും കുറേ വീഡിയോയും ഇഷ്ടപ്പെട്ട വിയന്നയിലെ ഫേവറേറ്റ് സ്പോട്ടാണിത്. ആ ബോയുടെ സംഭവം അടിപൊളി. അത് കാണാണ്ട് പോയാൽ അത് മിസ്സാക്കി, അത്രേ പറയത്തുള്ളൂ. വിയന്ന വന്നാൽ ഉറപ്പായിട്ടും വിയന്നയില് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കാണണം. ഐ വിൽ റെക്കമെൻഡ് ഇറ്റ്. അറിയില്ലെങ്കിൽ ട്രാമിന്റെ നമ്പർ വരെ സിം പറഞ്ഞുതരും. അതെ, ഒരു കുഴപ്പമില്ല. എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ഇനിയിപ്പം റാത്ത് ഹൗസ് പ്ലാറ്റ്സിൽ പോവാം. അവിടെയാണ് ക്രിസ്മസ് മാർക്കറ്റ് ഉള്ളത്. ഓഫർ ഉണ്ടെന്ന് തോന്നുന്നു. നോക്കാം. ഞങ്ങളപ്പോൾ ലിൻഡിൽ ഈ സൈഡിൽ ഫുള്ള് കടകളാണ്. വെട്ടുള്ള സ്ഥലമാണ്. കൊള്ളാട്ടോ. ഇതുണ്ടോ നമ്മുടെ നമ്മുടെ നാട്ടിൽ പണ്ട് കിട്ടത്തില്ലായിരുന്നു ഇങ്ങനെ മറ്റേ കുടമുട്ടായി. നല്ല രസമുണ്ട്. ചെടി ഞങ്ങൾ ഈ സൈഡിൽ ഫുള്ള് ഇങ്ങനെ ലിൻഡ് അല്ലെങ്കിൽ അങ്ങനെ ഓരോരോ ചോക്ലേറ്റ് ബ്രാൻഡിൻ്റെ ഷോപ്സാണ്. അല്ല, ഇന്നാണ് ഓഫർ ഉണ്ടായിരുന്നു. ഇന്ന് ഓഫർ ഇല്ലാന്നെന്ന് തോന്നുന്നു.
ഓഫർ ഉണ്ടടി. ഇത് ഉണ്ടോ, രണ്ട് സാന്റാനെ മേടിച്ചു കഴിഞ്ഞാൽ ഒരു സാന്റ ഫ്രീ. സാന്റ എനിക്ക് അത്ര ഇഷ്ടമില്ല. പക്ഷെ അങ്ങനെയുള്ള ഓഫർ അങ്ങനെയുള്ള ഓഫറുകളെ ഉള്ളെന്ന് തോന്നുന്നു. നേരത്തെ മുഖം കാണിക്കണില്ലായിരുന്നു, ഇപ്പം മുഖം കാണിക്കാനിട്ടാ. ഓക്കെ. എൻ്റെ മുടി സോറി, ഞാൻ എന്ത് നോക്കുന്ന തിരക്കിട്ട്. ഞങ്ങളെല്ലാവരും ബോ വെച്ചിട്ടുണ്ട്. കൊള്ളാം, നല്ല ഷോപ്പ്. ഇടി ഇതുണ്ടോ, ഞാൻ പറയുന്നു, ഇത് നമ്മുടെ നാട്ടിൽ പണ്ടില്ലല്ലോ ഞാൻ പറഞ്ഞായിരുന്നു. അതെ, പക്ഷെ കൊള്ളാം. ഇല്ല, ഞാൻ കണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ മാനറിൻ്റെ ഷോപ്പിൽ കയറി. ആക്ച്വലി മാനർ ഇവിടെ വിയന്നയിലാണ് ഫൗണ്ടഡ് ആയിട്ടുള്ളത്. വിയന്നയിൽ മാനുഫാക്ചർ ചെയ്യാൻ അങ്ങനെയൊന്നുമല്ല, വിയന്നയിലാണ് അതിൻ്റെ ബേസ് മാനറിൻ്റെ. സോ ഞങ്ങൾക്ക് എന്തെങ്കിലും മേടിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വെച്ച് ഞങ്ങൾ കയറിയതാണ്. ഞാൻ ആക്ച്വലി നാളത്തേക്ക് വേണ്ടി പ്ലാൻ ചെയ്യുമായിരുന്നു മാനറിൻ്റെ ഇത് മേടിക്കാനായിട്ട്, ലൈക്ക് ഷോപ്പിൽ കയറാൻ വേണ്ടി. ഞാൻ ഷോപ്പ് കാണിച്ചു തരാം. ഞങ്ങൾ പിസ്താഷ്യോ കനോലി, ഇത് കുണാഫ പോലത്തെ എന്തൊരു സാധനം, ഇത് ഷൗം റോള് എന്നൊക്കെയാണ് പറയുന്നത്. ട്രൈ ചെയ്ത് നോക്ക്. ക്രഞ്ചി ആണോ അതോ നാട്ടിലിപ്പം 10 പഞ്ചാരുണ്ട്. നീ ട്രൈ ചെയ്തേ. ആണോ? ഇതെന്നാടി ഇതിന്റെ ടേസ്റ്റ്? നാട്ടിലെ കുനാഫ ടേസ്റ്റ് അല്ല, ജസ്റ്റ് സിറപ്പ് വെച്ചിരിക്കുന്നുള്ളൂ, അത്രേ ഉള്ളൂ. ഇനി ഫേമ ടേസ്റ്റ് ചെയ്യാൻ പോവാം. ഇന്നിപ്പോ വാവെന്ന് പറയും. ഇങ്ങനെയുണ്ട് ഫെമി. ക്രീം സാധനം ഉള്ളി വെച്ചിട്ടുള്ള സാധനമാണോ? നാട്ടിലൊരു സാധനം കിട്ടുമല്ലോ ഇതുപോലത്തെ. എന്താ അത്? പണ്ട് കിട്ടുമായിരുന്നു ഇങ്ങനെ ക്രീം നിറച്ചിട്ട് നടുക്ക് വെച്ച് കോൺ പോലെ, എന്നിട്ട് ചെറിയ നടുക്ക് മേളിൽ വെച്ചിട്ട്. മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോറി, അതിന്റെ സെയിം ടേസ്റ്റ്. കുനാഫ ഒന്നും അല്ല അത്. പിസ്താഷ്യോ ഇതിനകത്ത് ഇല്ലാന്നോ? അയ്യോ, ഞാൻ മടുത്തു. ബെസ്റ്റ്. രണ്ട് സൈഡിൽ മാത്രമേ ഉള്ളൂ. എല്ലാരും ട്രൈ ചെയ്യാം അപ്പൊ. ഓക്കെ, അവളെ എടുക്കാൻ പറ്റില്ല, കുറെ പേരുണ്ട്. നല്ല ഭംഗിയുണ്ട് ഗൈസ്. കൊള്ളാം. ഇവിടെ ഐസ് റിംഗ് ഉണ്ട്. ഈ ഐസ് റിംഗ് ഇല്ലേ, ഇങ്ങനെ വഴി പോലെ ഇട്ടേക്കണം അവര്. ജസ്റ്റ് ചുമ്മാ ഇങ്ങനെയല്ല, ഇങ്ങനെ വഴി പോലെ. അത് ഞാൻ നിങ്ങളോടും കൂടെ പറഞ്ഞു തന്നാ. ഓ ആയിക്കോട്ടെടി, ആയിക്കോട്ടെ. ഇവിടം വരെ കൊണ്ടുവന്നതും പോരാ.
ഇനിയിപ്പോ അവള് പറയും ഞാൻ കണക്ക് പറയാമെന്ന്. അല്ല കാണിക്കാം. അടിപൊളി സംഭവമാണ്. And finally, this is our today's last place, and it's the Wiener Christkindlmarkt. ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റാണ്. And this is also like ഈ വർഷത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രിസ്മസ് മാർക്കറ്റ് എന്നുള്ള ഒരു അവാർഡാണോ പേരോ അവാർഡ് അങ്ങനെ എന്തോ കിട്ടിയത് ഈ ക്രിസ്മസ് മാർക്കറ്റിനാണ്. വേൾഡിലെ ഏറ്റവും നല്ല വേൾഡിലെ ഏറ്റവും നല്ല ക്രിസ്മസ് മാർക്കറ്റ് എന്ന്. അതെനിക്കിവിടെ കാണത്തുള്ളൂ. Stars and the moon teach me the language of rustling leaves, stories that linger on the breath of the breeze. Dawn paints gold on the mountain's crown, while rivers whisper truth as they flow down, and their songs entwine with the ഇവിടെ നല്ല തണുപ്പാണ്. അതുകൊണ്ട് കൈ മരച്ചിട്ടാണെങ്കിൽ വീഡിയോ എടുക്കാനും കൂടെ പറ്റത്തില്ല. ഭയങ്കര തണുപ്പുണ്ട്. ഗ്ലൗസ് ഒക്കെ ഇട്ടായിരിക്കണം, പക്ഷെ എന്നാലും നല്ല തണുപ്പുണ്ട്. നോ വേ.
ഞങ്ങൾ ഹോട്ട് ചോക്ലേറ്റ് മേടിച്ചു ഗൈസ്.